ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അശ്വിൻ. ചലഞ്ചർ ആപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC പുതിയ പാറ്റേൺ പരീക്ഷകൾ ആരംഭിച്ചതിന് ശേഷം 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾ നേടിയെടുത്ത് ജോലിയിൽ പ്രവേശിച്ച് ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിന് മുമ്പ് ഉദ്യോഗാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിനുള്ള ഏറ്റവും വ്യക്തമായിട്ടുള്ള പരിഹാരം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി വരാൻ പോകുന്ന LDC 2027 തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നിങ്ങൾ ഇപ്പോൾ അറിയാം, നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ പല പല ഓട്ടത്തിലായിരിക്കാം. ഈ കാര്യം എങ്ങനെ പഠിക്കും, കറണ്ട് അഫയേഴ്സ് എങ്ങനെ പഠിക്കും, PYQ എവിടെ നിന്ന് കിട്ടും, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കാം. നിങ്ങളൊരു കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ടാകാം, എങ്കിൽ പോലും നിങ്ങൾക്ക് ആ കോഴ്സിൽ സാറ്റിസ്ഫൈ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അപ്പം ഒരു ഉദ്യോഗാർത്ഥിയെ റാങ്കിൽ എത്തിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള സൊല്യൂഷൻ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം കളയണ്ട, നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളിലേക്കും അതിൻ്റെ പരിഹാരങ്ങളിലേക്കും പോകാം. റെഡിയാണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പോൾ ഓക്കെ, നോക്കാം. ഇനി വരാൻ പോകുന്ന LDC 2027 തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുന്ന ഒരു 5 രഹസ്യങ്ങൾ പറഞ്ഞു തരാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ആ 5 രഹസ്യങ്ങൾ ഏതൊക്കെയാണ്? ആ 5 രഹസ്യങ്ങളിൽ നിങ്ങൾ നേരിടുന്ന 5 പ്രശ്നങ്ങളുണ്ടാകും. ആ 5 പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ആയിരിക്കാം ഈ 5 രഹസ്യങ്ങൾ. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, നമ്മുടെ 5 രഹസ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ രഹസ്യം, ഇനി വരാൻ പോകുന്ന LDC 2027 പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു വിഷയമാണ് കറണ്ട് അഫയേഴ്സ്. നമുക്കറിയാം, കറണ്ട് അഫയേഴ്സിന് 20 മാർക്കാണ് കറണ്ട് അഫയേഴ്സിന്. നിങ്ങൾക്ക് ജോലി കിട്ടണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുന്നത് ഈ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചിലരുണ്ടാകും ഡെയിലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ വീക്ക്ലി കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ മന്ത്ലി പഠിക്കുന്നുണ്ടാകാം, ചിലരാണെങ്കിൽ ഇയർലി എടുത്ത് പഠിക്കുന്നവരുണ്ടാകാം, ടോപ്പിക് വൈസ് എടുത്ത് പഠിക്കുന്നവരുണ്ടാകാം. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് എങ്ങനെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാം, അതിനുള്ള ഒരു അടിപൊളി സൊല്യൂഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ രഹസ്യവും ഇത് തന്നെയാണ്, എങ്ങനെ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കാം. നിങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണിത്. കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന നിങ്ങളിപ്പോൾ വലിയൊരു പൈസ മുടക്കി നിങ്ങളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുകയാണ്, പക്ഷേ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നിങ്ങൾ വേറൊരു സോഴ്സിനെ തേടേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചലഞ്ചർ ആപ്പിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ സാധിക്കും, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ എന്ത് ചെയ്യുക, ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നേരെ ചെയ്യേണ്ടത്, നിങ്ങൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്രകാരം ഒരു ഹോം സ്ക്രീൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ദിവസവും, അല്ലെങ്കിൽ വീക്കിലി, അല്ലെങ്കിൽ മന്ത്ലി, അല്ലെങ്കിൽ ഇയർലി നിങ്ങൾക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ദിവസമാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 20 ആഗസ്റ്റ് മുതൽ താഴോട്ട് 19 ഓഗസ്റ്റ്, 18 ഓഗസ്റ്റ്, ഇങ്ങനെ എല്ലാ ദിവസത്തെ കറണ്ട് അഫയേഴ്സും അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും നമ്മളിവിടെ നൽകിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇനി ദിവസം പഠിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, നിങ്ങൾ വീക്കിലിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്രകാരം നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ വീക്കിലി ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് വീക്കിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ അത് ചെയ്ത് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾക്ക് വീക്കിലി വേണ്ട, മന്ത്ലിയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിലോ മന്ത്ലി നിങ്ങൾക്ക് ഫിൽട്ടർ ഉപയോഗിച്ചുകൊണ്ട് മന്ത്ലി മാറ്റാൻ സാധിക്കും. അങ്ങനെ മന്ത്ലി ഓഗസ്റ്റിലെ, അതുപോലെ തന്നെ സെപ്റ്റംബറിലെ, അങ്ങനെ എല്ലാ മാസത്തെയും കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് മന്ത്ലി പഠിക്കാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് 2025 കറണ്ട് അഫയേഴ്സ് മൊത്തം ഒന്ന് പഠിക്കണം, അതിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇയർ വൈസ് 2018 മുതലുള്ള കറണ്ട് അഫയേഴ്സ് ഉണ്ട്, 2018 മുഴുവൻ കറണ്ട് അഫയേഴ്സ്, 2019 മുഴുവൻ കറണ്ട് അഫയേഴ്സ്, അങ്ങനെ 2025 2026 നിങ്ങൾക്ക് ഇയർലി പഠിക്കാൻ സാധിക്കും. ഈ ഒരു ഫെസിലിറ്റി ലഭിക്കുന്ന മറ്റൊരു പ്ലാറ്റ്ഫോമും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കൂടാതെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക് വൈസ് പഠിക്കണമെങ്കിൽ അങ്ങനെ ഫിൽട്ടർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാണാം, ടോപ്പിക് വൈസ് ഫിൽട്ടർ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിൻ്റെ കറണ്ട് അഫയേഴ്സ് ആണോ പഠിക്കേണ്ടത് അത്തരത്തിൽ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ കറണ്ട് അഫയേഴ്സ് സൂപ്പറായിട്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കും. 20 മാർക്ക് ഇവിടെ കറണ്ട് അഫയേഴ്സ് ധമാക്കയിലൂടെ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ രഹസ്യം. കറണ്ട് അഫയേഴ്സ് എന്ന തലവേദന നിങ്ങൾക്ക് ഇനി മാറ്റിവെക്കാം. നമ്മുടെ ചലഞ്ചർ ആപ്പിലൂടെ, നമ്മുടെ ചലഞ്ചർ ആപ്പിൻ്റെ ഈ ഒരു ഫീച്ചറിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഇനി മുതൽ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും.
ഇനി പറയാൻ പോകുന്നത് ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. അതായത് നമ്മുടെ രണ്ടാമത്തെ രഹസ്യം. പുതിയ PSC പാറ്റേൺ പരീക്ഷകൾ വന്നതിന് ശേഷം ഉദ്യോഗാർത്ഥികളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു കാര്യമാണ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ഒരുപാട് പഠിക്കുന്നുണ്ടാകും, പക്ഷേ അത് പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്പേസ്, ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. അതിനുള്ള സൊല്യൂഷനുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കിനി വളരെ ഈസിയാണ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ലിങ്കിൽ നൽകിയിട്ടുള്ള ചലഞ്ചർ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ നമ്മുടെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വീഡിയോ ക്ലാസ്സുകൾ ലഭിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്നൊരു ടോപ്പിക്ക് പഠിക്കുകയാണ്. നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിക്കുന്ന പോലെ തന്നെ തിരുവിതാംകൂറിൻ്റെ ചരിത്രം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും തിരുവിതാംകൂറിൻ്റെ ചരിത്രം. നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഇങ്ങനെ പരമാവധി ക്വസ്റ്റ്യൻസ് അതുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് തിരുവിതാംകൂറിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെങ്കിലോ, നിങ്ങൾക്ക് ഇവിടെ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് പകരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് നിങ്ങൾ ടിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം PSC ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അടിപൊളി ഫീച്ചറാണ് നിങ്ങൾക്ക് നമ്മൾ നൽകുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു അവസരം നഷ്ടപ്പെടാതിരിക്കുക. കാരണം ഇത്തരത്തിൽ ഇനി അതല്ല, നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനും മിക്സ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സ്റ്റാർട്ട് പ്രാക്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. നമ്മൾ കറണ്ട് അഫയേഴ്സ് സെറ്റ് ചെയ്തു, അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്കിതിലൂടെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ രഹസ്യം, റാങ്കിലേക്കുള്ള നിങ്ങളുടെ രണ്ടാമത്തെ രഹസ്യം ഇതാണ്. മാക്സിമം ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. അതിന് നിങ്ങളെ ചലഞ്ചർ ആപ്പ് ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ രഹസ്യത്തിലേക്ക് പോകാം. അടുത്ത നമ്മുടെ മൂന്നാമത്തെ രഹസ്യം വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നിങ്ങൾ ഒരു ക്ലർക്ക് പരീക്ഷയ്ക്കാണ്, LD ക്ലർക്ക് എന്ന് പറയുന്ന പരീക്ഷയ്ക്കാണ്, 10th ലെവൽ പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. സ്വാഭാവികമായും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിയ ക്ലർക്ക് ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷയുടെ മോക്ക് പരീക്ഷകൾ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഇതിന് സൊല്യൂഷൻ? തീർച്ചയായിട്ടും നമ്മുടെ പ്രീവിയസ് ഇയർ എക്സാം, മോക്ക് എക്സാം ജിങ്കലാല. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ തീർച്ചയായും ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹോം സ്ക്രീൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ എക്സാംസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഡിഗ്രി ലെവൽ, 10th ലെവൽ, അങ്ങനെ പല എക്സാംസും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് നിങ്ങളിപ്പോൾ LDC പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ LDC എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് തീർച്ചയായും കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് 2 സെക്ഷൻസ് ഉണ്ട്. നമുക്ക് PSC തന്നെ നടത്തിയ പരീക്ഷയുടെ സെക്ഷൻസും അതുപോലെ നമുക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനുള്ള മോക്ക് എക്സാംസും. നമ്മൾ ആദ്യം നമുക്ക് PSCയുടെ പാറ്റേൺ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുവരെ നടത്തിയിട്ടുള്ള ക്ലർക്ക് ലെവൽ എക്സാംസിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. ഇതിൽ നിന്നുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സ്വന്തമായി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരവും ഇവിടെ ലഭിക്കും. നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എത്ര വട്ടം വേണമെങ്കിലും എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇനി നിങ്ങൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം പ്രിപ്പയർ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശം? LD ക്ലർക്കിന് വേണ്ടിയിട്ട് 292ഓളം മോക്ക് പരീക്ഷകളാണ് നമ്മുടെ ആപ്പിലുള്ളത്. ഇത്രത്തോളം വലിയ നമ്പറാണ്. 292 പരീക്ഷകൾ എന്ന് പറയുമ്പോൾ 29,200 ചോദ്യങ്ങളാണ് ആ ഒരൊറ്റ സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ മോക്ക് പരീക്ഷകളും അതുപോലെ തന്നെ സെയിം പാറ്റേണിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും. അപ്പോൾ ആ സെയിം പാറ്റേണിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസും 292ഓളം മോക്ക് പരീക്ഷകൾ നിങ്ങൾ ആലോചിക്കുക, LDCയുടെ മാത്രമാണിത്. ബാക്കിയുള്ളതോട് കൂട്ടുമ്പോൾ എത്രത്തോളം വലിയൊരു കണ്ടൻ്റാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതും ഒരു അടിപൊളി ഫീച്ചറാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരിക്കലും ഇത് മിസ് ചെയ്യാതിരിക്കുക. PSC പരീക്ഷകൾ എഴുതി തെളിയിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, ഒരു ഉദ്യോഗാർത്ഥിയുടെ ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ റാങ്കിലേക്ക് നയിക്കുന്ന ഫീച്ചേഴ്സാണ് ഇതെല്ലാം. ഇതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഇനി നമ്മുടെ നാലാമത്തെ ഫീച്ചറിലേക്ക് നമുക്ക് പോകാം. നാലാമത്തെ രഹസ്യം, ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നമ്മുടെ നാലാമത്തെ രഹസ്യം. അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ട ഒരു രഹസ്യമാണ്, നിങ്ങളെ റാങ്കിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം. എന്താണ്?
നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ PSC പരീക്ഷകളിൽ SCRT നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുപാട് കൂടുതലാണ്. ഈ കഴിഞ്ഞ 10th പ്രിലിംസിന് നമുക്ക് ജാതിക്കുമ്മി, പണ്ഡിറ്റ് കറുപ്പൻ്റെ ജാതിക്കുമ്മിയിൽ നിന്നുള്ള കുറച്ച് വരികൾ ചോദിക്കുകയുണ്ടായി. അപ്പം കുറേ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപക്ഷെ അത് ഫെമിലിയർ ആയിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് 10th ലെവൽ +2 ലെവൽ പരീക്ഷകൾക്ക് SCRT നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും LDCക്ക് തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി SCRT എന്നുള്ള ഫാക്റ്റുകൾ കൂടി പഠിക്കേണ്ടതുണ്ട് എന്ന് കരുതി നിങ്ങൾ 5ാം ക്ലാസ് മുതൽ +2 വരെയുള്ള SCRT പുസ്തകങ്ങൾ മൊത്തവും പഠിക്കാനിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് സമയം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു അടിപൊളി ഫീച്ചറാണ് SCRT എന്തെളുപ്പം. നിങ്ങൾക്ക് SCRT വളരെ അടിപൊളിയായി പഠിക്കണം, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഹോം സ്ക്രീൻ കാണാൻ സാധിക്കും. ഈ ഹോം സ്ക്രീനിൽ നിന്ന് നിങ്ങൾ SCRT എന്നുള്ളത് ചൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇതുപോലെയായിരിക്കും ഒരു ഇൻ്റർഫേസിലായിരിക്കും ചെന്നെത്തുന്നത്. അവിടെ ക്ലാസ് 12, ക്ലാസ് 11 അങ്ങനെ ഓരോ ക്ലാസ് വൈസ് നമുക്ക് ടോപ്പിക് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാകും. അവിടെ നമുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സാമ്പത്തിക ശാസ്ത്രമുണ്ട്, ഭൗതിക ശാസ്ത്രമുണ്ട്, രസതന്ത്രമുണ്ട്, ജീവശാസ്ത്രമുണ്ട്, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും കൃത്യമായി ക്രമീകരിച്ച് നൽകിയിട്ടുണ്ട് ക്ലാസ് വൈസ്. ഇനി ഇതിൽ ഏറ്റവും അടിപൊളി ഫീച്ചർ ഇതൊന്നുമല്ല. നിങ്ങളിപ്പോൾ ക്ലാസ് 12ൻ്റെ നമുക്ക് നോക്കാം. ക്ലാസ് 12ൻ്റെ സാമ്പത്തിക ശാസ്ത്രം ചൂസ് ചെയ്യുകയാണ്. ഇങ്ങനെ സാമ്പത്തിക ശാസ്ത്രം ചൂസ് ചെയ്തിട്ട് നിങ്ങൾ നേരെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ നൽകിയിട്ടുണ്ടാകും. നമ്മൾ കേവലം ക്ലാസ്സിൻ്റെ PDF അല്ല നൽകുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട നോട്ടുകൾ കൃത്യമായി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ടാകും. നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാം. ദേശീയ വരുമാനം കണക്കാക്കൽ, നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോട്ടുകൾ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ നോട്ടുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് എന്താണ് അതിൽ നിന്ന് പഠിക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ നോട്ടുകളായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നോട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമുക്ക് മുകളിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഇതുവരെ PSC ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട PSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ക്ലാസ് 12, ക്ലാസ് 11, ക്ലാസ് 10 അങ്ങനെ എല്ലാ ക്ലാസ്സുകളിലെയും SCRT പുസ്തകങ്ങൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ വളരെ എളുപ്പം കവർ ചെയ്യാൻ സാധിക്കും. ഇതൊരു അടിപൊളി ഫീച്ചറാണ്. എനിക്ക് തോന്നുന്നില്ല മറ്റൊരു പ്ലാറ്റ്ഫോമും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു അടിപൊളി ഫീച്ചറാണിത്. അപ്പോൾ തീർച്ചയായിട്ടും LDC പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട 4ാമത്തെ ഫീച്ചർ. ഇനി എന്താണ് 5ാമത്തെ ഫീച്ചർ എന്ന് അറിയണ്ടേ? നമുക്ക് അതിലേക്ക് പോകാം. നമ്മുടെ 5ാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട ഫാക്കൽറ്റീസിനെയാണ്. അപ്പം നിങ്ങൾ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാനൊരു സോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ഫാക്കൽറ്റീസ് അപ്ഡേറ്റഡ് ആണോ എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ PSC പരീക്ഷയ്ക്ക് പുതിയ പാറ്റേൺ പ്രകാരമുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആ പഠിപ്പിക്കുന്ന അധ്യാപകർ ശരിക്കും അപ്ഡേറ്റഡ് ആണോ, അല്ലെങ്കിൽ അതിന് പഠിപ്പിക്കാൻ അവരുടെ ക്ലാസ്സുകൾ നമുക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നൊരു സ്വയം വിലയിരുത്തൽ കൂടി നിങ്ങൾ നടത്തുക. ഇവിടെ നമ്മുടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസാണ്. ഇതിപ്പോൾ നമ്മളുടെ ഒരു പൊങ്ങച്ചം എന്ന പോലെ പറയുകയല്ല, ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്. നമുക്ക് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു തരുന്നവർക്ക് ആ എക്സാമുമായിട്ടുള്ള എത്രത്തോളം ബന്ധമുണ്ട്, അവരത് പ്രൂവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണോ അല്ലെങ്കിൽ അവർ ലേറ്റസ്റ്റ് സിലബസുമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണോ, ഇത് വെരിഫൈ ചെയ്യേണ്ടത് ഓരോ ഉദ്യോഗാർത്ഥികളുടെയും ധർമ്മമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഫാക്കൽറ്റീസിനെ നമ്മൾ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് ഫാക്കൽറ്റി ആയിട്ടുള്ള രഞ്ജിത്ത് ആർ.കെ. തഴവ സാറാണ് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മാത്സ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മാത്സിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് അധ്യാപകനായിട്ടുള്ള വിശാഖ് സാറാണ്, വിശാഖ് പാവുമ്പ സാറാണ്. അതുപോലെ തന്നെ GK സെക്ഷൻസിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പുതിയ PSC പാറ്റേൺ പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ള 10th ലെവൽ, +2 ലെവൽ, ഡിഗ്രി ലെവൽ പരീക്ഷകൾ ക്ലിയർ ചെയ്തിട്ടുള്ള ഞാനാണ് ആ GKയുടെ പോർഷൻസും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും എൻ്റെ പരമാവധി ഞാൻ നിങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ മലയാളം ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്
വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള നമ്മുടെ ആർദ്ര മിസ്സാണ്. മിസ്സിൻ്റെ ക്ലാസ്സുകളെല്ലാം വളരെ നല്ല ഫീഡ്ബാക്ക് ലഭിക്കുന്ന അടിപൊളി ക്ലാസ്സുകളാണ്. അപ്പം നമ്മൾ 4 പേരും കൂടാതെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മറ്റ് ഫാക്കൽറ്റീസ്, ഗസ്റ്റ് ഫാക്കൽറ്റീസിലൂടെ കൂടുന്നതാണ് നമ്മുടെ ടീം. അപ്പോൾ LDC 2027 തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി പോലും നമ്മുടെ കോഴ്സിൽ ഒരിക്കലും നിരാശരാകില്ല. അത്രയും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ക്വാളിറ്റിയും അതുപോലെ തന്നെ ആപ്പ് ഫീച്ചേഴ്സുമാണ് നമ്മൾ നമ്മുടെ LDC മെൻറ്റർഷിപ്പ് സ്റ്റുഡൻസിന് നൽകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വലിയ സുവർണ അവസരമാണിത്, ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പം എന്താണ് നമ്മുടെ 5 രഹസ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നെന്ന് വിശ്വസിക്കുന്നു. ഈ 5 രഹസ്യങ്ങൾ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ്, SCRTs, അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്. ഈ 5 കാര്യങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ റാങ്കിൽ എത്തിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങുക. നമ്മുടെ കോഴ്സിന് വേണ്ടിയിട്ടും നമ്മുടെ കോഴ്സ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഉറപ്പായിട്ടും വിളിക്കുക. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഒരിക്കൽ കൂടി പറയുന്നു, നിങ്ങൾ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ എടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ അത് തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച്.